നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 9ാമത്തെ ചാപ്റ്ററായ ഭരണഘടനയ്ക്കൊരു മുഖവുര നോക്കാം. മുകളിൽ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സമൂഹത്തിന് അഭികാമ്യമായ പെരുമാറ്റം സൂചിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഇമോജി സ്മൈലി വരച്ചു ചേർക്കാമെന്നാണ് പറയുന്നത്. ഏതൊരു സമൂഹത്തിനും സുഗമമായും സ്വസ്ഥമായും ജീവിക്കുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ്. വിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ ചില നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ വിശാലമായ ഭൂപ്രദേശമുള്ള ധാരാളം ജനസംഖ്യയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന രാജ്യമാണല്ലോ നമ്മുടേത്. ചില നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ചാണ് ഇത്തരം വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ട്. ഇതാണ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭരണഘടന? ഏതൊരു രാജ്യത്തിനും, അതായത് മിക്ക രാജ്യങ്ങൾക്കും അവയുടെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു ഏകീകൃത രേഖയുണ്ടായിരിക്കും. അതിനെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അതനുസരിച്ചായിരിക്കും എല്ലാവരും കഴിയുന്നത്. അത് പാലിച്ച് വേണം എല്ലാവരും കഴിയാൻ. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ വൈവിധ്യങ്ങളാർന്ന പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരുമിച്ച് നമ്മൾ താമസിക്കുന്നില്ലേ? അതിന് നമ്മൾ പാലിക്കേണ്ട ഭരണഘടനാപരമായ കുറേ കാര്യങ്ങളുണ്ട്. അതിന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഒരു ഏകീകൃത രേഖയാണ്. ആ തത്വങ്ങളെല്ലാം അടങ്ങിയ ഒരു അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയ ഒരു രേഖയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അത് ഫോളോ ചെയ്തല്ലേ പോകുന്നത്. ഇനി ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ അടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന. എന്താണ്? ഒരു രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ അടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. പാലവിള UP സ്കൂളിലെ കുട്ടികൾ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന അഭിഭാഷകയുമായി നടത്തിയ അഭിമുഖം ശ്രദ്ധിക്കൂ. നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത് എവിടെ നിന്നാണ്? പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനം എപ്രകാരമാണെന്ന് എഴുതി വെച്ചിട്ടുള്ളത് എവിടെയാണ്? ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിക്കുന്നത്? എല്ലാത്തിനുമുള്ള ഉത്തരവാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഭരണകർത്താക്കൾക്ക് അധികാരങ്ങൾ ലഭിച്ചത് എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്നാണ്. പിന്നെ പൗരരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് ഇന്ത്യൻ ഭരണഘടന. ജനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ രാഷ്ട്രത്തിലെ ഭരണ സമ്പ്രദായം എപ്രകാരമാവണമെന്ന് ഈ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ മുൻഗാമികൾ. ഭരണഘടന എന്ന ആശയം രൂപപ്പെട്ടിരിക്കുന്ന ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഹമ്മുറാബിയുടെ നിയമസംഹിത. ആദ്യത്തെയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയിലൊന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ. അതായത് ഹമ്മുറാബി എവിടുത്തെയായിരുന്നു? പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. അദ്ദേഹത്തിൻ്റെയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത എന്ന് പറയുന്നത്. അത് BCE 1792 1750 കാലഘട്ടത്തിലാണ് ഉള്ളത് ഈ ഹമ്മുറാബിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നു. ഇനി മാഗ്ന കാർട്ട. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മാഗ്ന കാർട്ട എന്നായിരുന്നു 1215 ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിനെതിരെ നടത്തിക്കൊണ്ട് ഒപ്പുവെച്ച ഒരു പ്രമാണമാണ്
ഈ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞത് ജോൺ രാജാവിനെ കൊണ്ടായിരുന്നേ. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ട് മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നു. അടുത്ത മഹത്തായ വിപ്ലവം. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം. അപ്പോൾ മഹത്തായ വിപ്ലവം എന്നാണ് 1688. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. മഹത്തായ വിപ്ലവത്തിലൂടെ രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അപ്പോൾ നമ്മൾ ആദ്യത്തേത് ഹമ്മുറാബിയുടെ നിയമസംഹിത പറഞ്ഞു. ഹമ്മുറാബിയുടെ നിയമസംഹിത, ഹമ്മുറാബി എന്ന് പറയുന്ന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയിൽ ഒന്നാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഇതിനകത്ത് എന്ത് പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്നായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി അടുത്ത് മാഗ്ന കാർട്ട എന്നായിരുന്നു? CE 1215 ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിന് എതിരെ നടത്തിയതായിരുന്നു. അതിനെതിരെ നടത്തിയ സംഘർഷത്തിനൊടുവിൽ ഒപ്പുവെച്ചതാണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. 1215 ജോൺ രാജാവിനെ കൊണ്ടായിരുന്നു. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിട്ട് എന്തിനെയാണ് കണക്കാക്കുന്നത്? മാഗ്ന കാർട്ടയാണ് കണക്കാക്കുന്നത്. അടുത്ത മഹത്തായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് നടന്നത്. ഇംഗ്ലണ്ടിൻ്റെ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നടന്ന ഒരുപാട് സംഘർഷങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1688 മഹത്തായ വിപ്ലവം. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. അടുത്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. തുടർന്ന് CE 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 1776 സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണം ഇത് കാരണമാണ് അമേരിക്കൻ ഭരണഘടന രൂപം കൊണ്ടത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു 1776. മഹത്തായ വിപ്ലവം എന്നായിരുന്നു? മഹത്തായ വിപ്ലവം 1688. അത് ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. മാഗ്ന കാർട്ട 1215, CE 1215. അടുത്ത ഹമ്മുറാബിയുടെ നിയമസംഹിത BCE 1792 1750 കാലഘട്ടത്തിലായിരുന്നു. ഇത്രയും പഠിക്കണം, ഈ വർഷങ്ങൾ ഓർമ്മ വെക്കണം. അടുത്ത ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 1789 അതിൽ നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞത്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. ഈ മുകളിൽ പരാമർശിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കുറേ ഹമ്മുറാബിയിൽ തുടങ്ങി ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം വരെ എത്തിയത്. ചരിത്ര സംഭവങ്ങളിൽ നിന്നും ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഒരു ഏകീകൃത നിയമാവലി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇതിൻ്റെ എല്ലാം അവസാനം ഒരു നിയമസംഹിതയുടെ രൂപപ്പെടലാണ് കാണിക്കുന്നത്. അടിച്ചമർത്തലിനും ചൂഷണത്തിനുമെതിരെ ജനങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഭരണഘടനയുടെ രൂപീകരണത്തിനിടയാക്കിയത്. ഇനി ഭരണഘടന പലതരം. ഈ വർക്ക്ഷീറ്റുണ്ട്, ഇത് നിങ്ങളൊന്ന് പൂരിപ്പിക്കാൻ നോക്കണേ. നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെ. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് ഏതായിരുന്നു എന്നാ പറഞ്ഞത്? മാഗ്ന കാർട്ട. ഇത് നല്ലപോലെ വായിച്ചു നോക്കി നമുക്കിത് പൂരിപ്പിക്കാൻ പറ്റുമേ.
ഇനി അടുത്തത് ഭരണഘടനകൾ പലതരം. ഭരണഘടനകളെ അവയുടെ സ്വഭാവം മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ എന്തൊക്കെയാണ്? ഭരണഘടനകളെ അവയുടെ സ്വഭാവം മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയ, രൂപം കൊണ്ട രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതായി തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഭരണഘടന സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിഖിതമെന്നും അലിഖിതമെന്നും രണ്ടായിട്ട് തിരിക്കാം. പിന്നെ മാറ്റം വരുത്തുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ദൃഢമായത്, അയവുള്ളത്. അപ്പം മാറ്റം വരുത്തുന്നതിനുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ദൃഢമായത്, അയവുള്ളത് എന്നിങ്ങനെ തിരിക്കാം. രൂപം കൊണ്ട രീതി വെച്ചിട്ട് നടപ്പിലാക്കിയത്, പരിണമിച്ചത്. അപ്പം ഓരോന്ന് നോക്കാം. ആദ്യത്തെ ലിഖിതം. എങ്ങനെയായിരുന്നു ലിഖിതം? സ്വഭാവം വെച്ചിട്ട്, ഭരണഘടനയുടെ സ്വഭാവം വെച്ചിട്ടുള്ള ലിഖിതം, അലിഖിതം. എന്താണ് ലിഖിതം? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന. ഉദാഹരണം ഏതൊക്കെയാണ്? ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, അവിടുത്തെയൊക്കെ ഭരണഘടന അങ്ങനെയുള്ളതാണ്. ഇനി അലിഖിതം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമായ അലിഖിത ഭരണഘടനയാണ് അലിഖിതം എന്ന് പറയുന്നത്. അത് യുണൈറ്റഡ് കിങ്ഡമാണ്. യുണൈറ്റഡ് കിങ്ഡത്തിലെ, പിന്നെ അതായത് UK, പിന്നെ ന്യൂസിലാൻഡ്, ഇവിടത്തെയൊക്കെ അലിഖിത ഭരണഘടന. അപ്പോൾ അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണം ഈ യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ് എന്നിവ ഏത് തരം ഭരണഘടനയ്ക്ക് ഉദാഹരണമുള്ള രാജ്യങ്ങളാണെന്ന് ചോദിച്ചാൽ എന്താ പറയും? അലിഖിത ഭരണഘടനയ്ക്ക്. ഇനി അടുത്തത് അതിൻ്റെ മാറ്റം വരുത്തിയ പ്രക്രിയ അനുസരിച്ച് ദൃഢമായത്, അയവുള്ളത്. അപ്പോൾ ദൃഢമായത് എന്താ? മാറ്റം വരുത്തുന്നതിന്, അതായത് ഭേദഗതി, കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടനയാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ, ഓസ്ട്രേലിയയിലെയൊക്കെ ഭരണഘടന. അതായത് ദൃഢമായതാണ് അവിടുത്തെ. ദൃഢമായത് ഏതൊക്കെയാണ്? അമേരിക്കൻ ഐക്യനാടുകളിലെ, ഓസ്ട്രേലിയയിൽ. ഈ അയവുള്ളത് എവിടുത്തെ? എളുപ്പത്തിൽ മാറ്റം വരുത്താൻ, ഭേദഗതി ചെയ്യാൻ പറ്റുന്നതാണ് അയവുള്ളത്. അത് എവിടുത്തെയൊക്കെ? UKയിലെയും ന്യൂസിലൻഡിലെയും. അലിഖിതവുമാണ്, അയവുള്ളതുമാണ് ഈ ന്യൂസിലൻഡിലെയും യുണൈറ്റഡ് കിങ്ഡത്തിലെയും. ഇനി നടപ്പിലാക്കിയത്, പരിണമിച്ചത്. അപ്പോൾ രൂപം കൊണ്ട രീതിയുടെ അനുസരിച്ച് നടപ്പിലാക്കിയത്, നടപ്പിലാക്കിയത് എന്താ? ഭരണഘടനാ നിർമ്മാണ സഭയുടെയോ കൗൺസിലിൻ്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുത്തിയ ഭരണഘടന. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയുടെ, പിന്നെ അമേരിക്കൻ ഐക്യനാടുകൾ. അടുത്ത പരിണമിച്ചതെന്ന് പറയുമ്പോൾ ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടന, കരാറുകൾ, വിധി ന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും വഴക്കങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഉദാഹരണം യുണൈറ്റഡ് കിങ്ഡം, കാനഡ. പലതരം ഭരണഘടനകളെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഭരണഘടനയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഭരണഘടന അവശ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്? സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത, സമഗ്രത, സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത. സമഗ്രത, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം. അപ്പം സമഗ്രത എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം. ഈ സംക്ഷിപ്തത എന്ന് വെച്ചാൽ അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. അതാണ് സംക്ഷിപ്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വ്യക്തത എന്ന് പറയുന്നത് ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രചരിപ്പിച്ചിരിക്കണം. അടുത്ത് ചലനാത്മകത, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയണം. അനുയോജ്യത എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങളും അനുയോജ്യത എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായിരിക്കണം. സമഗ്രത എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവ സമഗ്രമായി പ്രതിപാദിച്ചിരിക്കണം. അവശ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം. അതാണ് സംക്ഷിപ്തത എന്നാണ്. വ്യക്തത എന്ന് പറയുന്നത് ഭരണഘടനയിലെ വ്യവസ്ഥകൾ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കണം. ചലനാത്മകത എന്ന് പറഞ്ഞാൽ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായിട്ട്, അതായത് ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കണം ഭരണഘടനയിൽ. ഇനി ഭരണഘടനാ വ്യവസ്ഥ. ഭരണഘടനയുടെ പൊതു സവിശേഷതകൾ നാം പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്താണെന്ന് നോക്കാം.
ടീച്ചറും മനുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. മനു, ഇന്ന് റോഡ് നിയമം തെറ്റിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടല്ലോ, ഇനി അത് ആവർത്തിക്കരുത്. അപ്പം മനു എന്താണ് പറയുന്നത്? ക്ഷമിക്കണം ടീച്ചർ, സൈക്കിൾ ഓടിക്കുന്നവർ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? അപ്പോൾ ടീച്ചർ എന്താണ് പറഞ്ഞത്? എല്ലാവരും ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് സാധാരണക്കാർക്ക് മാത്രമല്ല ഭരണാധികാരികൾക്കും ബാധകമാണ്. ഭരണാധികാരികളും നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? വ്യക്തികൾക്കുമേൽ നിയമങ്ങളുടെ നിയന്ത്രണം ഉള്ളതുപോലെ അധികാരികൾക്കുമേലും ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. പരിധിയില്ലാത്ത അധികാരങ്ങൾ ഭരണാധികാരികൾക്ക് നൽകിയാൽ അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുകയും സ്വേച്ഛാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതായത് എല്ലാ അധികാരവും ഭരണാധികാരികൾക്ക് കൊടുത്താൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോവുകയും ചെയ്യും ഭരണാധികാരികൾ. അത് നല്ല കാര്യമല്ലല്ലോ. അപ്പോൾ ഇതിനെതിരെയാണ് ഭരണഘടനാ വ്യവസ്ഥ നിലകൊള്ളുന്നത്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായി പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ. അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയും ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ച അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം. സാധാരണ നിയമങ്ങൾ എന്നും ഭരണഘടനാ നിയമങ്ങൾ എന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായി തരംതിരിച്ചു. അപ്പോൾ സാധാരണ നിയമങ്ങളെന്നും ഭരണഘടനാ നിയമങ്ങളെ തിരിച്ചത് ആരാ? അരിസ്റ്റോട്ടിലാണ്. ഭരണാധികാരികളെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയും ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവയാണ്. സുദീർഘമായ നിരവധി പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ചരിത്രവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടന. രാഷ്ട്രപതിയുടെ ശപഥം അഥവാ പ്രതിജ്ഞ. ഖ ആയ ഞാൻ വിശ്വസ്തയോടെ അതെന്ന് വെച്ചാൽ അത് പേരാണ്. വിശ്വസ്തയോടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കും. ഇവിടെ ആണെങ്കിൽ ആ രാഷ്ട്രപതിയുടെ പേരാണ് വരേണ്ടത്. അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കും എന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമെന്നും ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും അവർക്ക് ക്ഷേമം കൈവരിക്കുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. അവലംബം ഭാരതത്തിൻ്റെ ഭരണഘടനയിലാണ് രാഷ്ട്രപതിയുടെ പ്രതിജ്ഞ കേട്ടോ. അതിൻ്റെ സത്യപ്രതിജ്ഞയിൽ പറയുന്നതാണ്. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ വാചകം ശ്രദ്ധിക്കൂ. നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ലോകത്തിലെ ഏറ്റവും വലുതും എഴുതപ്പെട്ടതുമായ ഭരണഘടനയാണ് നമ്മുടെ. അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോക്കാം. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി CE 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ക്രമേണ അധികാരികളായി മാറിയതോടെ ഇന്ത്യയുടെ ഭരണം കമ്പനിയുടെ കയ്യിലായി. അതിനുശേഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ബഹുജന സമരമാണ് നമ്മുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുന്നതിന് ഇത് കാരണമായി. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ എന്ന് പറയുന്നത്. ഇനി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്കുവച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, INC ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി
ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഈ പ്രസ്ഥാനമാണ്. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകൾ പറയുന്നത്. ഇനി ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണ അധികാരം നൽകുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. കരട് രൂപം തയ്യാറാക്കിയത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അതിനാൽ നവംബർ 26 എന്തായിട്ട് ആചരിക്കുന്നു? ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച എന്നാണ് നവംബർ 26, 49 നവംബർ 26. അങ്ങനെ നമ്മുടെ അന്ന് മുതൽ 1950 ജനുവരി 26 മുതൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെട്ടു. എന്താണ് ക്യാബിനറ്റ് മിഷൻ? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നതിന് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു പ്രസ്തുത മിഷൻ. ഈ ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പൃഥ്വിക് ലോറൻസ്. സ്റ്റാഫോർഡ് ക്രിപ്സ്, പൃഥ്വിക് ലോറൻസ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു അതായത് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് വന്ന. ഇനി എന്താ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമുക്ക് നോക്കാം. ഭാരതത്തിൻ്റെ ഭരണഘടന ആമുഖം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. 1976 ഭരണഘടന അതായത് 42ാം ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് 3/1/1977 മുതൽ പ്രാബല്യത്തിലായി. മേൽപ്പറഞ്ഞ ആക്ട് 2ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിലെ ഐക്യം എന്നതിന് പകരം ചേർത്തത് 3/1/1977 മുതൽ പ്രാബല്യം. ഭരണഘടനയുടെ ആമുഖം പരിശോധിക്കൂ. ഭരണഘടനയുടെ പ്രധാന ആശയങ്ങളും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത ആശയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള മാർഗരേഖയാണ് നമ്മുടെ ഭരണഘടന.
രാഷ്ട്രത്തിൻ്റെ അധികാരം ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്നു. രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയും ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. 1. പരമാധികാരം. ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരമാണ് പരമാധികാരം. ഇനി സ്ഥിതി സമത്വം എന്താണ്? എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹ്യ നീതി നിലനിർത്തുന്നു. മതേതരത്വം. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുകയില്ല. ജനാധിപത്യം എന്താ? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാകുന്നു. ഇനി റിപ്പബ്ലിക്. തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. രാഷ്ട്രം പൗരർക്ക് ഉറപ്പുവരുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചും ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിനും ആമുഖം ലക്ഷ്യം വയ്ക്കുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ വികാസ ചരിത്രം പരിശോധിച്ചാൽ ഭരണഘടനകൾ ആധുനിക കാലത്തിൻ്റെ ഉൽപ്പന്നമായാണ് കണക്കാക്കപ്പെടുന്നത്. ആധുനിക രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും സുശക്തമായ ഭരണഘടന അനിവാര്യമാണ്. രാഷ്ട്രനിർമ്മാണത്തിന് സഹായകമായ അടിസ്ഥാന നിയമവ്യവസ്ഥ പ്രദാനം ചെയ്യുകയാണ് ഭരണഘടനയുടെ ധർമ്മം. ഭരണഘടന കൃത്യമായി പരിപാലിക്കപ്പെടുമ്പോഴാണ് രാഷ്ട്രത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഭരണഘടനയെപ്പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ ആമുഖവും. ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നവയാണ് ആമുഖങ്ങൾ. ഇപ്പോൾ എന്താണ്? ഭരണഘടനയുടെ ലക്ഷ്യപ്രസ്താവന നടത്തുന്നതാണ് ആമുഖങ്ങൾ. ഇന്ത്യൻ ജനതയുടെ ദൃഢനിശ്ചയം നമ്മുടെ ഭരണഘടനയുടെ ആത്മസത്തയായ ആമുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. രൂപപ്പെട്ട് നിരവധി സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും അതേ കരുത്തോടെ ഇന്നും നിലനിൽക്കാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാന സവിശേഷതയായിട്ട് വിലയിരുത്താം. ഇത്രയായിരുന്നു ചാപ്റ്റർ. ഇത് ബേസിക് ആയിട്ടുള്ള 6ാം ക്ലാസ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ പഠിക്കാനും ഉണ്ട്, കുറേ വർഷങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ലപോലെ നോക്കണം. 2 വട്ടം ഒന്ന് കേട്ട് നോക്കിയാൽ, ഒരു വട്ടം കൂടെ കേട്ടാൽ എല്ലാം ക്ലിയർ ആവും. താങ്ക് യു.